അങ്ങനെ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. അത് ചീഞ്ഞു പോകണ്ടല്ലോ എന്ന് വെച്ച് ഞങ്ങൾ വിചാരിച്ചു ഒരു ഷേക്ക് ഉണ്ടാക്കാമെന്ന്. ഈ ചൂടത്ത് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഒരു ആശ്വാസമല്ലേ, അല്ലാണ്ട് കൊതി കൊണ്ടൊന്നുമല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു വെറൈറ്റി രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാമെന്ന്. ആദ്യം നടുവേ കട്ട് ചെയ്തിട്ട് പിന്നെ അതുമുള്ള വരയിൽ കൂടെ രണ്ട് സൈഡിൽ കൂടെയും കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ബ്ലെൻഡറിലിടുമ്പോൾ അത് കുഞ്ഞായിട്ട് തന്നെ കട്ട് ചെയ്യണം. പിന്നെ ഒരു ഭംഗിക്ക് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ അതൊക്കെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടി, കാണാനും അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാ ടേസ്റ്റ് തന്നെ പൈനാപ്പിൾ ജ്യൂസിൻ്റെ ടേസ്റ്റ്. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ ഉണ്ടാക്കണതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ കാണും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഇവിടെ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ ബാക്കി വന്ന പൈനാപ്പിളിൽ ഞങ്ങൾ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് തിന്നു. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഉപ്പും മുളക് പൊടി ഇട്ട് തിന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവർക്കും ഇഷ്ടമായത് ഉപ്പും മുളക് പൊടി ഇട്ട് തിന്നത് തന്നെയാണ്. അങ്ങനെ ഞങ്ങളത് മൊത്തവും തീർത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.